ലോകത്തിലെ ഒരു രാജ്യവും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള തങ്ങളുടെ രാജ്യത്തിൻ്റെ ചുറ്റിലും നിന്നും സമാനതകളില്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നിന്നും ഹമാസ്, ലെബനോനിൽ നിന്നും ഹിസ്ബുള്ള, ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളൊക്കെ ഹൂതി വിമതർ എന്ന് വിശേഷിപ്പിക്കുന്ന ഹൂതി ഭീകരർ യമനിൽ നിന്നും നടത്തുന്ന ആക്രമണങ്ങൾ, ഒപ്പം തന്നെ ഇറാഖ്, സിറിയ മേഖലയിൽ നിന്നും ഇസ്രായേലിന് നേരെ IS ഭീകരർ ഉയർത്തുന്ന വെല്ലുവിളികൾ. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ടെൽ അവീവിലേക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ US എംബസി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പരിസരത്തേക്കാണ് ഹൂതി ഭീകരർ ഡ്രോൺ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെടുകയും ചെയ്തു. അതിന് തിരിച്ചടിയായി 2000 കിലോമീറ്റർ അപ്പുറം യമനിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു പോർട്ട് മേഖലയിലേക്ക് ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് നൽകിയത്. ആരാണ് യഥാർത്ഥത്തിൽ ഈ ഹൂതി ഭീകരർ? എന്താണ് അവരുടെ അജണ്ട? എന്തുകൊണ്ടാണ് ഈ യമൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഹൂതി ഭീകരരെ, അവർ ഉയർത്തുന്ന വെല്ലുവിളികളെ ലോകം ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടത്? ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ റോസ്. നമുക്ക് ഈ ഹൂതി ഭീകരർ പലപ്പോഴും മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ഹൂതി വിമതർ എന്നാണ് പലപ്പോഴും പലരും ഈ ഹൂതി ഭീകരരെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഹൂതി ഭീകരരായി മാറുന്നത്? എന്താണ് ഇവരുടെ ഒരു അജണ്ട? അത് ആദ്യം ഒന്ന് ചർച്ച ചെയ്തിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, അതിനു മുമ്പ് ഈ യമൻ എന്ന ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേകത അതുകൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്, വളരെ പെട്ടെന്ന്. അതായത് ഈ യമനിലെ നോർത്തേൺ പാർട്ടും ഉണ്ട്, സദേൺ പാർട്ടും ഉണ്ട്. സദേൺ പാർട്ട് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു, നോർത്തേൺ പാർട്ട് ഓട്ടോമൻ എംപയറിന്റെ കീഴിലായിരുന്നു. പിന്നീട് ഈ 1960-62 ആ ഒരു കാലഘട്ടത്തിലുണ്ടായ ഒരു റവല്യൂഷന്റെ ഫലമായിട്ട് ഈ നോർത്തേൺ പാർട്ട്, ഈ യമനിലെ നോർത്തേൺ പാർട്ടിൽ ഈ പറയുന്നത് പോലെ അവിടെ ഈ സൈദി കമ്മ്യൂണിറ്റി, അതായത് ഈ ഷിയ വിഭാഗത്തിലെ ഒരു ഉപവിഭാഗം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, ഒരു സൈദി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വിഭാഗം, അവർ അവിടെ ഒരു പ്രബല വിഭാഗമായിരുന്നു. 1000 വർഷത്തോളമായിട്ട് ഈ യമനിലെ നോർത്തേൺ പാർട്ടിലെ ഒരു ഭരണം അവരുടെ കയ്യിലായിരുന്നു. പക്ഷെ അന്നുണ്ടായ ഒരു റവല്യൂഷന്റെ ഫലമായിട്ട് അവർ അവിടെ നിന്നും അധികാരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. അവിടെ ഒരു ഭരണാധികാരി വരുന്നു, അതായത് അലി അബ്ദുള്ള സാലെ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് അവിടെ വരുന്നു. പിന്നീട് 1990 ആ ഒരു കാലഘട്ടത്തിൽ ഈ നോർത്തേൺ യമനും സദേൺ യമനും കൂടി യോജിച്ച് ഇപ്പോൾ കാണുന്ന ഒരു യമൻ എന്ന ഒരു രാജ്യം രൂപീകരിക്കുന്നു. അതിന്റെ പ്രസിഡന്റായിട്ട് ഈ പറയുന്ന അലി അബ്ദുള്ള സാലെ വരുന്നു. നമുക്കറിയാം, ഈ ഹൂതികൾ യഥാർത്ഥത്തിൽ ആരാണ്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1000 വർഷത്തോളമായി നോർത്തേൺ യമന്റെ അധികാര കേന്ദ്രങ്ങളുടെ ഭാഗമായിരുന്ന നോർത്തേൺ യമൻ ഭരിച്ചിരുന്ന ഈ സൈദി കമ്മ്യൂണിറ്റി, അതായത് ഷിയ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഷിയ ഉണ്ട്, സുന്നികളും ഉണ്ട്. അതിൽ തന്നെ ഷിയയിലെ തന്നെ ഒരു ഉപവിഭാഗമായ ഈ സൈദി കമ്മ്യൂണിറ്റി, മൈനോറിറ്റി, അതായത് ഷിയ വിഭാഗത്തിലെ ഒരു മൈനോറിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അവരാണ് ഈ ഹൂതി ഭീകര സംഘടനയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നമുക്കറിയാം, ഏതൊരു ഭീകര സംഘടനയും രൂപം കൊള്ളുന്നത്, നമ്മൾ നേരത്തെ പല നിലപാടുകളിലും നമ്മൾ പ്രോഗ്രാമിലും ചർച്ച ചെയ്താണ്, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഭീകര സംഘടന രൂപം കൊള്ളുന്ന മേഖലയിൽ ഓൾറെഡി ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും. ഒരു ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട സ്ഥിതിവിശേഷങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചിലപ്പോൾ മൈനോറിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രബല വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം, അവരൊരു അരക്ഷിതാവസ്ഥയിലൂടെ, ഒരു അസംതൃപ്തിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ നോർത്തേൺ യമനിലെ സദാ ഈ മലനിരകളിൽ രൂപം കൊണ്ട അവിടുത്തെ ഒരു പ്രബല വിഭാഗമായ സൈദി കമ്മ്യൂണിറ്റീസിനിടയിൽ രൂപം കൊണ്ട ഹൂതി ആ ഒരു ഭീകര സംഘടന രൂപം കൊണ്ടത് സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. കാരണം ഓൾറെഡി ഈ 1000 വർഷത്തോളമായി തങ്ങൾ അധികാര കേന്ദ്രത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ ഒരു അവസ്ഥയിൽ അവിടെയുള്ള ജനങ്ങൾ വളരെയധികം അസംതൃപ്തരായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ഈ നോർത്തേൺ യമനോട് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ സൗദി അറേബ്യ. നമുക്കറിയാം, സുന്നി വിഭാഗക്കാർക്ക് വളരെയധികം പ്രാബല്യമുള്ള, അല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യമുള്ള മേഖലയാണ്. അവർ 1980-കളിൽ അവരുടെ ആശയങ്ങൾ ഈ നോർത്തേൺ യമനിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കി. അവരുടെ ഒരു സലാഫി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ അവിടെ സ്ഥാപിക്കാൻ നോക്കി. അപ്പോൾ ജനങ്ങൾ ഓൾറെഡി അവിടെ അസംതൃപ്തരായിരുന്നു. ആ ഒരു അസംതൃപ്തി മുതലെടുത്ത് ഈ സൈദി മൈനോറിറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡന്റിറ്റിനെ റിവൈവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഈ ബിലീവിംഗ് യൂത്ത് ഫോറം എന്ന രീതിയിൽ ഒരു സംഘടന അവിടെ രൂപം കൊണ്ടു. അതായത് സൈദി ഐഡന്റിറ്റിനെ റിവൈവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊക്കെ 15,000-20,000 ഇടയിലുള്ള യൂത്ത്
ഇവരുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇവരുടെ വലിയ കോൺഫറൻസുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അവിടെ റിലീജിയസ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ പരമായിട്ടുള്ള റിലീജിയസ് മെറ്റീരിയൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ അവർക്ക് നൽകുന്ന ക്ലാസ്സുകൾക്കും അല്ലെങ്കിൽ പഠനങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകിയത് ഹിസ്ബുള്ള നേതാക്കളായിരുന്നു. ഇറാനിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇറാന്റെ സപ്പോർട്ടോടുകൂടിയ ഈ റിലീജിയസ് സ്കോളേഴ്സ് ഒക്കെ ആയിരുന്നു അവിടെ നേതൃത്വം നൽകിയത്. പിന്നീടാണ് ഈ അവിടെയുള്ള ഒരു പ്രബലനായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ, അതായത് ഈ ഹസൻ അൽ ഹുദി എന്ന് പറയുന്ന വ്യക്തി ഈ ബിലീവിംഗ് യൂത്ത് ഫോറത്തിന്റെ ഒരു നേതൃനിരയിലേക്ക് വരുന്നു. ആ വ്യക്തിക്ക് ഈ ഇറാനിലെ ഈ ഷിയ നേതൃത്വവുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്നു. ആ വ്യക്തി ഈ ബിലീവിംഗ് യൂത്ത് ഫോറത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നു. പിന്നീട് ഒരു റിലീജിയസ് ഫോറം അല്ലെങ്കിൽ റിവൈവൽ ഫോറമായിട്ട് രൂപം കൊണ്ട ആ ഒരു സംഘടനയെ ആ വ്യക്തി ഈ അൽ ഹുദി എന്ന് പറയുന്ന വ്യക്തി ഒരു പൊളിറ്റിക്കൽ ഒരു ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അതൊരു മിലിറ്ററി ഫോമിലേക്ക് രൂപം പ്രാപിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം 2003 ഈ ഇറാനിൽ നടന്ന അമേരിക്കൻ ഇൻവേഷൻ, പിന്നെ നടന്ന മുല്ലപ്പൂ വിപ്ലവമൊക്കെ അതിന്റെയൊക്കെ ഫലമായിട്ട് ഇവർ വളരെയധികം ഈ ആയുധപരമായിട്ട് ശക്തി പ്രാപിക്കുന്നുണ്ട്. ഒരു ഇൻസർജൻസിയിലേക്ക് പോകുന്നുണ്ട്. യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇവർ പിടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതായത് ഇവരുടെ ഒരു ഫ്ലാഗിൽ ഒരു സ്ലോഗൻ ഉണ്ട് അല്ലേ? അത് വളരെയധികം അപകടം ജനിപ്പിക്കുന്നത്. പലപ്പോഴും അതൊരു മറ്റൊരു ഭാഷയിലായ കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് നമുക്ക് പലപ്പോഴും മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്ലോഗൻ തന്നെ ഉണ്ട്. ഇവരെ എന്തുകൊണ്ട് ഭീകര സംഘടന എന്ന് വിളിക്കണം എന്നുള്ളത് അല്ലെ? സ്ലോഗൻ ഇങ്ങനെയാണ്: അല്ലാഹ് ഈസ് ഗ്രേറ്റ്, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, കേഴ്സ് ടു ജ്യൂസ് ആൻഡ് വിക്ടറി ടു ഇസ്ലാം. ഇതാണ് ആ ഫ്ലാഗിലുള്ള അവരുടെ സ്ലോഗൻ. അതനുസരിച്ച് തന്നെയാണ് അവരുടെ പ്രവർത്തികളും. അത് വളരെ കറക്റ്റ്. അതായത് ഒരു ആന്റി അമേരിക്ക, ആന്റി ഇസ്രായേൽ, ആന്റി ജ്യൂസ്, ഇതാണ് ഈ ഒരു ഐഡിയോളജിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം റോബിൻ. അതായത് ഈ യമൻ എന്ന രാജ്യത്തിന്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ. ഇവർ ഈ ചെങ്കടലിൽ പലപ്പോഴും ഈ ഹുദികൾ ആക്രമണം നടത്തുന്ന പല വാർത്തകളും വരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു ആക്രമണത്തെ ലോകരാജ്യങ്ങൾ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടത് എന്ന് കൂടി ചർച്ച ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് ആ രാജ്യത്തിന്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ അല്ലെ, അത് കൃത്യമായിട്ട് നമുക്കൊന്ന് പറയാൻ തോന്നുന്നു. ശരിയാ, നമുക്ക് അത് കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശരിക്കും ഒരു ക്ലാരിഫിക്കേഷന്റെ ഒരു തലം വരുന്നത്, ഇവരെ നമ്മൾ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത്, ഈ ഭീകരവാദികൾ എല്ലാ ഭീകരവാദികളും അരാജകത്വം മാത്രമേ ആ ഏരിയയിൽ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത്. കാരണം ഒരു ഭീകരവാദ പ്രസ്ഥാനവും ഇതേവരെ ഒരു രാജ്യത്തെയും വികസനത്തിലേക്കോ അല്ലെങ്കിൽ സമൃദ്ധിയിലേക്കോ നയിച്ചിട്ടില്ല. മൊത്തം അരാജകത്വത്തിലേക്കാണ് നയിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവരെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നു. ഇതേ ഈ അരാജകത്വം തന്നെയാണ് ഇവരുടെ ഈ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് റൂട്ടാണ് ഇപ്പൊ റെഡ് സീ വഴി, മെഡിറ്ററേനിയൻ കടലിൽ നിന്നും റെഡ് സീ വഴി അത് കഴിഞ്ഞ് അറേബ്യൻ സീയിലേക്ക് വരുന്നു, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഈ ഷിപ്മെന്റ് നടക്കുന്നത് ഈ ഏരിയയിൽ കൂടെയാണ്. അപ്പോൾ ഇവര് ഈ ഏഡൻ കടലിടുക്കിനും ഈ റെഡ് സീക്കും ഇടയിൽ വളരെ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്, ഈ യമൻ നിൽക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ ചൈനയിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഇവിടുന്ന് എല്ലാം യൂറോപ്പാണ് ഏറ്റവും വലിയ മാർക്കറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. അപ്പൊ അത് കഴിഞ്ഞ് അമേരിക്കയുടെ മാർക്കറ്റ്. ഇവരെ അഫക്ട് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും വേൾഡിലെ മൊത്തം എക്കോണമിയെ ബാധിക്കുന്ന തലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ചെറിയ ഒരു സ്ഥലത്ത് ചെറിയൊരു ഭീകരവാദികൾ അവർ നടത്തുന്ന ഈ ആക്രമണം ലോകത്തെ മൊത്തം ബാധിക്കുകയാണ്. ഇനി ഇതിലെ ഷിപ്പിന് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആഫ്രിക്ക ചുറ്റി വേണം വരാൻ വേണ്ടി. വളരെ വലിയ ചെലവ് കൂടുതലാണത്. ഇപ്പം ഇവർ ആക്രമണം തുടങ്ങിയ പിന്നെ ഈ വഴി പോകുന്ന ഷിപ്പുകൾക്ക് ഈ ഇൻഷുറൻസ് നൽകാൻ പോലും കമ്പനികൾ തയ്യാറാകും. ഇൻഷുറൻസ് റേറ്റ് കൂടി. അപ്പോൾ ഇത് ഒരു വശം എന്ന് വെച്ചാൽ ഇത്ര വലിയൊരു എക്കോണമിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്, ഒരു ഡിസ്ട്രക്ഷൻ ആണ് ഇവർ സൃഷ്ടിക്കുന്നത്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഭാഗം വരുവാണെങ്കിൽ എങ്ങനെ ഇറാൻ ഇതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ്ഡ് ആകുന്നു എന്നുള്ളൊരു ഭാഗമുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ റെഡ് സീയും ഈ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഷിപ്മെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇറാനെ നമുക്കറിയാം, ഉപരോധം കാരണം അവർക്ക് ഓയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത്, എന്നാൽ അവർ വളരെ ലാർജ് പ്രൊഡ്യൂസറാണ് ഓയില്. പക്ഷെ ഇവർ ഈ ഓയിലെല്ലാം കള്ളക്കടത്ത് വഴിയാണ് കൊണ്ടുപോകുന്നത്. ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ശരിക്കും ഇവിടെയുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ സിറിയയുടെ ഭാഗത്ത്, ലെബനോനിലെല്ലാം അവർക്ക് വലിയ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, അവർക്കെല്ലാം വളരെ വലിയ ശക്തിയുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ അവര് ഈ യമനെ ഉപയോഗിച്ച് ഇവിടെയുള്ള അവരുടെ ഷിപ്മെന്റ് അവർ സുഗമമാക്കുന്നു. ഇങ്ങനെ ഇറാന്റെ ഇൻവോൾവ്മെന്റ് ശരിക്കും ഈ രീതിയിലാണ് വരുന്നത്. ആ ഭാഗത്തുള്ള കടലിടുക്കിന്റെ നിയന്ത്രണം ഇവരെടുത്ത്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് 1500 കിലോമീറ്റർ അപ്പുറത്തേക്ക് മിസൈൽ അയച്ചത്. മിസൈൽ അയച്ച് കറക്റ്റ് അമേരിക്കൻ എംബസിയുടെ അടുത്തുള്ള കെട്ടിടത്തിൽ ഇവര് ആക്രമണം നടത്തി വളരെ വലിയ ഡിസ്ട്രക്ഷൻ ഉണ്ടായി.
ആ ആളുകളുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് ഇത് വളരെ കുറഞ്ഞ ഏരിയയേ ഉള്ളൂ ഈ കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് ആക്രമണം നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ആയുധപരമായ ശക്തിയുള്ള ഒരു തീവ്രവാദ സംഘം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയ ഭീഷണിയാണ് ലോകത്തിന് തന്നെ ഉയർത്തുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇവരെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ട്രംപ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മിക്കവാറും ഈ യമനിലെ ഹൂത്തികളെ മുഴുവൻ ഇപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇടപെട്ട് അതുപോലെ ഇസ്രായേലും ഇടപെട്ട് മിക്കവാറും ആക്രമണം നടത്തി ഇല്ലാതാക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ബിസിനസ് റൂട്ട് സേഫ് ആയിരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിത ഒരു കാര്യമാണ്. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ നാറ്റോ ഉച്ചകോടിയിൽ തന്നെ അമേരിക്ക പറഞ്ഞത് അവരുടെ ശ്രദ്ധ ഇനി ഇന്ത്യൻ ഓഷനിലേക്ക് മാറ്റാൻ പോകുക, അവരുടെ സൈനിക കോൺസെൻട്രേഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്കും ഈ ഇറാനും ബദലായിട്ട് അവരിങ്ങോട്ട് മാറാൻ പോകും. അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അമേരിക്കയുടെ സൈനിക ശ്രദ്ധ മാറുന്നതിനനുസരിച്ച് യമനിലും അവര് കൃത്യമായ ഇടപെടൽ നടത്തുന്നത് തന്നെയാണ് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുക. അത് വളരെ പ്രസക്തമായ പോയിന്റാണ്. കാരണം ഈ യമന്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ട്, ഈ പറയുന്ന ബാൽബർമാന്റെ കടലിടുക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശം, അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ഈ ടെല്ലവീവിലേക്ക് ഇവർ നടത്തിയ ആക്രമണം മാത്രമല്ല ഇസ്രായേലിനെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. അതായത് ഇസ്രായേലിലേക്കുള്ള ചരക്ക് നീക്കം, ഇസ്രായേലിൽ നിന്നുള്ള ചരക്ക് നീക്കം, അതിനെ ഇവരുടെ ഈ ആക്രമണം ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഇസ്രായേൽ എക്കണോമിയെ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കുന്നത്. ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു 5 ബില്യൺ, അവരുടെ GDP $5 ബില്യൺ നഷ്ടം ഈ ആക്രമണം മൂലം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഹൂതി ഭീകരരെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു കാര്യം കൂടിയാണ്, നമ്മൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്ബുള്ള പോലുള്ള ഭീകര സംഘടനയെക്കാളും ഈ ഹൂതികളെ വ്യത്യസ്തരാക്കുന്നത് ഇവരൊരു ക്വാസി സ്റ്റേറ്റ് സംഘടന എന്ന് തന്നെ വിശേഷിക്കുക. അതായത് ഒരു സെമി സ്റ്റേറ്റ് സ്വഭാവമുള്ള ഒരു മിലിറ്ററി സംഘടന. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുള്ളത് അത്യാധുനിക ആയുധങ്ങളാണ്, അല്ലെ? ബലാസ്റ്റിക് മിസൈൽസ്, ക്രൂയിസ് മിസൈൽസ്, UAV, ഇതൊക്കെ. അപ്പോൾ ഒരു കാര്യത്തിലേക്ക് കൂടി വരാം ബോസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേൽ യമനിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ നാം ഇത് ചർച്ച ചെയ്യുന്നത്. ശരിക്കും കൃത്യമായിട്ടും ഇസ്രായേൽ ലോകത്തിനൊരു സന്ദേശം തന്നെയല്ലേ നൽകിയത്? അത് ഒരു 2000 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് ഇവരുടെ ഫൈറ്റർ ജെറ്റ് ഒക്കെ പോയിട്ട് ആക്രമണം നടത്തിയത്, അവരുടെ പോർട്ടിൽ പോയി ആക്രമണം നടത്തിയത്. അപ്പോൾ തങ്ങളെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ് തങ്ങളെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലാണെങ്കിലും തങ്ങൾ അതിന് തിരിച്ചടി നൽകുമെന്ന വ്യക്തമായ സൂചന തന്നെയല്ലേ ഇസ്രായേൽ നൽകിയത്? അതായത് ഈ കഴിഞ്ഞ ദിവസം യമനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം, അതൊരു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതുപോലെ ഇസ്രായേലിന്റെ എല്ലാ ശത്രുക്കൾക്കുമുള്ള ഒരു സന്ദേശമായിരുന്നു അത്. എന്ന് വെച്ചാൽ ഈ ഹൂതികള് ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയത് പെട്ടെന്ന് അന്ന് വന്ന് ടെല്ലവീവിൽ ഒരു ആക്രമണം നടത്തുകയായിരുന്നില്ല. അത് നാളുകളായിട്ട്, പ്രത്യേകിച്ച് ഈ ഹൂതികളുടെ ഒരു സ്വഭാവം, അവര് എവിടെയെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ കണ്ട അവരുടെ അജണ്ട നടപ്പാക്കാനായിട്ട് ആ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് കൂടുതൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്ന ഒരു നേച്ചർ അവരുടേത്. അത് യമനിൽ അവർ ആധിപത്യം സ്ഥാപിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ ഈ ഹമാസിന്റെ നേതൃത്വത്തില് ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ആ ആക്രമണം തുറന്നുവിട്ട ആ ഒരു പശ്ചാത്തലം മുതലെടുത്ത് ഇവര് പെട്ടെന്ന് തന്നെ ഇസ്രായേലിനെതിരെയുള്ള അവരുടെ ആക്രമണങ്ങള് പെട്ടെന്ന് ത്വരിതപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അതിന്റെ പ്രകടനമായിരുന്നു മറ്റേ ചെങ്കടലിലൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ ഈ ഇടയില് പ്രത്യേകമായിട്ട് അവര് വർദ്ധിപ്പിച്ചു ഈ ദിവസങ്ങളിൽ. ഇങ്ങനെ ഒരു 200ഓളം ആക്രമണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഈ ഒക്ടോബർ 7 ശേഷം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെയായിട്ട് 200ഓളം ആക്രമണങ്ങൾ അവർ നടത്തി. ഈ 200ഓളം ആക്രമണങ്ങൾക്കുള്ള ഒരു മറുപടിയായിരുന്നു ഇസ്രായേൽ നടത്തിയ ഈ ഒരൊറ്റ ആക്രമണം. ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രത്യാക്രമണമായിരുന്നു അന്ന് യമനിൽ നടത്തിയത്. അപ്പൊ ഈ ഇസ്രായേലിനെതിരെ പലയിടങ്ങളിൽ എല്ലാ ബോർഡറുകളിലും ആക്രമണം നടന്നുകൊണ്ടിരിക്കുക. ഈ ലെബനോനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികള്, അതുപോലെ സിറിയ, ഇറാഖ്, അവിടെ IS തീവ്രവാദ സംഘങ്ങള്, ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തുനിന്നും ആക്രമണങ്ങൾ നടക്കുമ്പം ഇസ്രായേലിന്റെ വാണിജ്യ തലസ്ഥാനമായ ടെല്ലവീവിൽ തന്നെ ഹൂതികൾ ആക്രമണം നടത്തി. അതിന്റെ പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തുകയും ചെയ്തു. എന്ന് വെച്ചാൽ വടി കൊടുത്ത് അടി വാങ്ങിച്ച ഒരു പ്രതിഭാസമാണ് അവിടെ നടന്നത്. എന്നിട്ട് ഹമാസ് ചെയ്ത പോലെ തന്നെ ഇപ്പൊ അവര് ഇരവാദം മുഴക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞിട്ട് അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് ഇസ്രായേലിയർ ചെയ്യുന്നത്. ഹമാസിനെയും ഹൂതികളെയൊക്കെ ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഇസ്രായേൽ സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാനുള്ള തീവ്രമായ പരിശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ഇവര് ചെയ്യുന്നത് എന്താ? ഇവരുടെ പൗരന്മാരെ മനുഷ്യ കവചങ്ങളാക്കി ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അവര്.
ഇസ്രായേലിന്റെ പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അവര് തീവ്രവാദത്തിനെതിരെ ഇസ്രായേലിന്റെ പ്രവർത്തികൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുമ്പോൾ തിരിച്ച് ഇവരുടെ പൗരന്മാർക്ക് ഒരു സുരക്ഷിതത്വം ഇവർ ഉറപ്പാക്കുന്നില്ല. അവരുടെ പ്രത്യാക്രമണത്തിന് ഇവർ പ്രിപ്പയർഡ് അല്ല. അങ്ങോട്ടുള്ള ആക്രമണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ പൗരന്മാർ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുക, എന്നിട്ട് അവര് ഇരവാദം മുഴക്കം ഇസ്രായേലിനെതിരെ കുറ്റം ആരോപിച്ച്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ അവിടുത്തെ 1978 മുതൽ ഈ യമനിലെ ഭരണത്തിലുണ്ടായിരുന്ന അലി അബ്ദുള്ള സാലയ്ക്കെതിരെ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ക്ലാഷ് ആണ്. ഈ ക്ലാഷിന്റെ ഒരു ചരിത്രമാണ് ഹൂതികൾക്ക് യമനിൽ ഉള്ളത്. ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു അരക്ഷിതാവസ്ഥ, ഒരു അസംതൃപ്തി മുതലെടുത്ത് രൂപം കൊണ്ട ഒരു സംഘടന പിന്നീട് ഒരു തീവ്രവാദ സംഘടനയായിട്ട് രൂപം കൊണ്ടുവന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ഈ 2014 നമുക്ക് 2003 ഇറാഖ് ഇൻവേഷൻ, പിന്നെ 2011 മുല്ലപ്പൂ വിപ്ലവമൊക്കെ, അതൊക്കെ ഈ ഹൂതികളുടെ ഒരു ഐഡിയോളജിക്കൽ പരമായിട്ട് അവരുടെ ഒരു പ്രവർത്തനം കുറെ കൂടി റാഡിക്കലൈസ് ചെയ്യാൻ മാത്രമാണ് അത് ഉപകരിച്ചിട്ടുള്ളൂ. അതായത് അമേരിക്കയോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള വിദ്വേഷം, പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള വിദ്വേഷം റാഡിക്കലൈസ് ചെയ്യാൻ ഉപകരിച്ചിട്ടുള്ളൂ. ഈ 2014 യമനിലെ ക്യാപിറ്റൽ സനയുടെ നിയന്ത്രണം ഇവർ ഏറ്റെടുക്കുന്നുണ്ട്. ഇവരുടെ ഏരിയ, അതായത് ഇവർ അധികാരത്തിലിരിക്കുന്ന ഏരിയയിൽ സെപ്പറേറ്റ് ഒരു ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു കറൻസി, ശരിക്കും വിദഗ്ധർ പറയുന്നത് ഹൂദിഫിക്കേഷൻ ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ദി കൾച്ചറൽ ഏരിയ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ യമനിൽ ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അയൽ രാജ്യമായ ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഒരു രാജ്യത്ത്, തൊട്ടടുത്ത രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ വരുമ്പോൾ അവിടെ നിന്നുള്ളൊരു അഭയാർത്ഥി പ്രവാഹം മാത്രമല്ല, ഈ ഷിയ സുന്നി ആ ഒരു റിലീജിയസ് പരമായിട്ടുള്ള ഒരു ഡിഫറൻസ്. ഈ സൗദി അറേബ്യയുടെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് ഇറാനാണ്. അപ്പോൾ ഈ ഹൂതികളെ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോക്സി വാറാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിൽ വർഷങ്ങളായിട്ട് നടത്തുന്നത്. ഈ 2015 ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് അന്നത്തെ സൗദി രാജാവ് GCC രാജ്യങ്ങളുടെ ഒരു സഖ്യം, മറ്റ് ഫ്രാൻസ്, USA പോലുള്ള രാജ്യങ്ങളുടെ ഒരു സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഈ ഹൂതികൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചു വിടുകയുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് ഹൂതികളെ അടിച്ചമർത്താൻ സാധിച്ചില്ല. അത് എടുത്തു കാണിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഹൂതികളുടെ പിന്നിൽ ഹൂതികൾ മാത്രമല്ല, ഈ ഇറാന്റെ വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ ഇത്രയും വരുന്ന GCC രാജ്യങ്ങളുടെ സഖ്യത്തിന് ഇത്രയും വർഷങ്ങളോളം ഇവർക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്നത് ഹമാസിനെ യൂസ് ചെയ്തിട്ട് ഒരു പ്രോക്സി വാർ, സൗദിക്കെതിരെ ഇറാൻ നടത്തുന്നത് ഈ പറയുന്ന ഹൂതികളെ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോക്സി വാർ. അപ്പോൾ ഇറാനാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ഈസ്റ്റിനെ ഒരു ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? ഇറാൻ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഉള്ളൊരു ഭാഗമാണ്. ഇറാന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി ഇതിൻ്റെ ഉള്ളൊരു ഭാഗമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് റഷ്യയുടെ ആവശ്യമാണ്, ചൈനയുടെ ആവശ്യമാണ്, ഇവരുടെ എല്ലാ ആവശ്യമാണ്. ഇറാൻ കൊടുത്ത ഹൂത്തികളുടെ ആയുധങ്ങൾ ഇസ്രായേലിൽ പോയി അവിടെ ആക്രമണം നടത്തുമ്പോൾ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ഇപ്പൊ ഏറ്റവും വലിയതാണ് ആയുധ വ്യാപാരം എന്ന് പറയുന്നത്. ഇവരെല്ലാം ആയുധം കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം നാണം കെടുത്തി അവിടെ പോയി ഇവരുടെ ഒരു ആയുധം വീണുപോകും. ശരിക്കും ഒരു ഇറാന്റെ ഒരു പ്രോക്സിക്ക് അവിടെ ആക്രമണം നടത്താം, ഇസ്രായേലിന്റെ മണ്ണിൽ ആക്രമണം നടത്താം എന്നുള്ള വലിയൊരു മെസ്സേജാണ് ഇപ്പുറത്ത് നിന്ന് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ, റഡാർ സിസ്റ്റങ്ങൾ അടക്കം ഇരിക്കുന്ന സ്ഥലമാണ് ഇസ്രായേൽ. അതുകൂടാതെ തന്നെ ലോകത്തിലെ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം, ആ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇതിനെയെല്ലാം കവച്ചു വെച്ച് അവിടെ പോയിട്ട് ഇതുപോലൊരു പ്രോക്സിക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞുവെങ്കിൽ ഇറാൻ ആക്രമണം നടത്താം, റഷ്യക്ക് ആക്രമണം നടത്താം, ചൈനയ്ക്കും ഉത്തര കൊറിയയ്ക്കും ആക്രമണം നടത്താം. അത് വളരെ വലിയൊരു ത്രെട്ടാണ്. ഈ ത്രെട്ടാണ് വളരെ വലിയൊരു, അവിടെ ആക്രമണം നടക്കുമ്പോൾ വലിയ എക്സ്കലേഷനിലേക്ക്, വലിയ ഒരു യുദ്ധത്തിലേക്ക് ഇത് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. കാരണം ഇവർക്ക് തിരിച്ച് മേലാൽ ഇനി ആക്രമിക്കരുത് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രക്ഷൻ, ഇവർക്ക് ആക്രമണം ഇവരുടെ നേരെ നടത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഇങ്ങനെ വരുമ്പോഴാണ് ഇത് ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം ഇനിയും കൂടാനാണ് സാധ്യത. ഇപ്പം ആര് അധികാരത്തിൽ വന്നാലും പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടാനാണ് സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ കൂടിയാണ്. അപ്പോൾ ഇവർ നടത്തിയ ഈ ഹൂത്തികളുടെ ആക്രമണം ശരിക്കും അത് ചെറിയ ഒരു ആക്രമണമല്ല, അത് വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ നാം നേരത്തെ സൂചിപ്പിച്ച ഈ 2015 മുതൽ ഈ സൗദിയുടെ നേതൃത്വത്തിലുള്ള ഒരു കോയിലേഷൻ സഖ്യം ഈ യമനിലെ ഹൂതികൾക്ക് നേരെ നടത്തുന്ന ഒരു ആക്രമണം, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആക്രമണം, ഈ ഘട്ടത്തിൽ പോലും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തില് യമൻ മേഖല
അവിടെ നടക്കുന്ന വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട്. UN ഒക്കെ വിശേഷിപ്പിച്ചത് 2023 ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് മാൽന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. മില്യൺ കണക്കിന് ആളുകൾക്കാണ് തങ്ങളുടെ ഭവനങ്ങൾ നഷ്ടമായത്. നിരവധി പേർക്കാണ് തങ്ങളുടെ ജീവൻ നഷ്ടമായത്. പക്ഷെ നമ്മളിത് സൂചിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം, അവിടെ തീർച്ചയായിട്ടും അവിടെ മരിച്ചു വീഴുന്ന സാധാരണക്കാർക്ക് അവര് അനുകമ്പ അർഹിക്കുന്നുണ്ട്, സഹതാപം അർഹിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു ഇരട്ടി ഒരു മാനുഷിക ദുരന്തമാണ് പ്രത്യേകിച്ച് ഈ യമൻ സൗദി അതിർത്തിയിൽ അല്ലെങ്കിൽ ഈ ഹൂതികൾ ഭരിക്കുന്ന ഈ യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമല്ല, വെള്ളം ലഭ്യമല്ല, ഭക്ഷണം കിട്ടാതെ പട്ടിണി മൂലം നിരവധി ആളുകളാണ് ദിവസവും അവിടെ മരിച്ചു വീഴുന്നത്. ഇരു സൈഡിലും വ്യക്തമായിട്ടുള്ള ഈ പറയുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും മാധ്യമങ്ങൾ അതിനെപ്പറ്റി മിണ്ടാറില്ല. അവിടെ നടക്കുന്ന എന്താ പറയണേ മനുഷ്യക്കുരുതി, അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അവിടെ നടക്കുന്ന മാനുഷിക ദുരന്തങ്ങൾ പലപ്പോഴും ലോക മാധ്യമങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് വളരെയധികം ദുഃഖകരമാണ്, അല്ലെ? ഒരു ഇരട്ടത്താപ്പ്. ഗാസയിൽ ഒരു ഓൾ ഐസ് ഓൺ റാഫ, പക്ഷെ ഒരിക്കൽ പോലും നാം കണ്ടിട്ടില്ല ഓൾ ഐസ് ഓൺ യമൻ അല്ലെങ്കിൽ ഓൾ ഐസ് ഓൺ യമൻ സൗദി ബോർഡർ എന്ന ഒരു ടാഗ് ലൈൻ ഒരിക്കലും നമുക്ക് കണ്ടില്ല. പക്ഷെ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ യൂട്യൂബിൽ എടുത്ത് വരിച്ച് നമുക്ക് സങ്കടം തോന്നും. അവിടുത്തെ കുട്ടികളുടെ ഒക്കെ ഒരു കരച്ചില്, ഒരു ഭക്ഷണം കിട്ടാതെയൊക്കെ നാളുകളായിട്ട് ഭക്ഷണമൊന്നും കിട്ടാതെ കുട്ടികൾ കരയുന്ന കരച്ചില്, ജനങ്ങൾ മരിച്ചു വീഴുന്ന അവസ്ഥ, അല്ലെ? സൗദിയുടെ ആക്രമണത്തിൽ, സൗദിയും യമനും തമ്മിലുണ്ടായ ഈ ആക്രമണത്തിൽ, ഹൂതികൾ തമ്മിലുണ്ടായ ആക്രമണത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പരിക്കേറ്റവരുണ്ട്, ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായവരുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഒരിക്കൽ പോലും മാധ്യമങ്ങൾ സംസാരിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. 2021 മാത്രം 3,77,000 പേരാണ് ഈ യമൻ യുദ്ധത്തിൽ മരിച്ചു വീണത്. അത്രയും ഹൂജ് എമൗണ്ട് ആളുകൾ മരിച്ചു വീണിട്ടും ഒരിക്കൽ പോലും മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഗാസയില് ആലോചിച്ച് നോക്കണം, അവിടുത്തെ തന്നെ ഗവൺമെന്റ്, അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റ് ആണ് ഇസ്രായേലിൽ പോയിട്ട് ആക്രമണം നടത്തിയതെന്ന് ആലോചിച്ച് നോക്കണം. അതിനെതിരെയാണ് ഇസ്രായേൽ തിരിച്ചാക്രമണം നടത്തിയത്. അതിനെതിരെ സംസാരിക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ, നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് അതിനുവേണ്ടി ആളുകൾ. പക്ഷെ ഇതുപോലെ ഇത്രയും ഭീകരമായ ആക്രമണം നടന്ന് ഇത്രയും ഭീകരമായ ആളുകൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധം നടന്നിട്ട് അതിനെതിരെ സംസാരിക്കാനോ അതിനെതിരെ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് സംസാരിക്കാനോ ഒരു മാധ്യമങ്ങളോ അതുപോലെ ഒരു പ്രസ്ഥാനങ്ങളോ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ശോചനീയമായ വസ്തുതയാണ്. അപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ കാണിക്കുന്ന ഈ ഹൂതികളെയാണ് ഇവിടെ ഹൂതി വിമതർ എന്ന ഓമന പേരിട്ട് പലരും വിശേഷിപ്പിക്കുന്നത്. ഒരു ഷിയ എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിക തീവ്രവാദ സംഘടന തന്നെയാണ് ഹൂതികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നെറ്റ്വർക്കാണ്, ഒരു ടെററിസത്തിന്റെ ഒരു നെറ്റ്വർക്കാണ് ഇപ്പോ ഈ മധ്യേഷ്യയിൽ ഇപ്പോ ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേലിനെതിരെ ഇപ്പൊ നമ്മൾ കണ്ടു, ഹൂതികളുടെ ഒരു മെയിൻ അജണ്ട, അവരുടെ സ്ലോഗൻ തന്നെയാണ് ഡെത്ത് ടു ഇസ്രായേൽ, കേഴ്സ് ടു ദ ജ്യൂസ്, വിക്ടറി ഫോർ ഇസ്ലാം. ഇത് തന്നെയാണ് ഈ ശൃംഖലയിലുള്ള എല്ലാ തീവ്രവാദ സംഘങ്ങളുടെയും ഒരു അജണ്ട എന്ന് പറയുന്നത്. എടുത്തു പറഞ്ഞ ഹൂതികള്, ഹിസ്ബുള്ള തീവ്രവാദികള്, ഹമാസ് തീവ്രവാദികള്, ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ തീവ്രവാദ ശക്തിയായിട്ട് മോളിൽ ഇറാനും. ഈ ഇറാന്റെ കീഴില് ഈ തീവ്രവാദ ശൃംഖല ഇങ്ങനെ പ്രബലപ്പെട്ട് വരികയാണ്. ഒരിടത്ത് ഒരാൾ പ്രവർത്തിക്കുന്നു, മറ്റേ അതിർത്തിയിൽ മറ്റേ കൂട്ടര് പ്രവർത്തിക്കുന്നു. ഇങ്ങനെ എല്ലാവരും കൂടെ ഇസ്രായേലിനെതിരെ ഇങ്ങനെ ഭയങ്കര പ്രഷറിലാക്കി ഇസ്രായേലിന്റെ തിരിച്ചടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പൊ ലോകം കാണാൻ പോകുന്നേ ഉള്ളൂ. ശരിക്കും ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഈ ഇറാന്റെ കേസ് റോസ് പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ, നമ്മൾ സുപരിചിതമായിട്ടൊരു ഡയലോഗ് ഉണ്ട്, പ്രഥമ ദൃഷ്ടിയ ഇവർ അകൽച്ചയിലാണെങ്കിലും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇവർ തമ്മിൽ ഐഡിയോളജിക്കൽ പരമായിട്ട് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ ഒരു കോമൺ കോസ് വരുമ്പോൾ ഇവരെല്ലാം ഒന്നിക്കുന്ന ഒരു കാഴ്ച. അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അബ്ദുള്ള സാലെ, അലി അബ്ദുള്ള സാലെ 1978 മുതൽ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, ആ വ്യക്തി US-ഉമായിട്ട് അടുക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഹുസൈൻ അൽ ഹൂതിയുടെ നേതൃത്വത്തിൽ ഈ ഹൂതി സംഘടനകൾ ഈ 2000 മുതലുള്ള കാലഘട്ടത്തിൽ ആ വ്യക്തിക്കെതിരെ തിരിഞ്ഞത്. ഈ 2011 മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായപ്പോൾ ഈ ഹൂതികൾ തന്നെയാണ് ആ വ്യക്തിയോട്, ഈ അബ്ദുള്ള സാലയോട് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ പറഞ്ഞത്. അപ്പൊ അവർ തമ്മിൽ സ്ഥിരം ശത്രുതയായിരുന്നു. മാത്രമല്ല ഈ ഹൂതി സംഘടനയെ സ്ഥാപിച്ച സ്ഥാപക നേതാവ് ഹുസൈൻ അൽ ഹൂതിയെ പോലും കൊന്നൊടുക്കിയത് ഈ അബ്ദുള്ള സാലയുടെ ഭരണ കാലയളവിലായിരുന്നു. അയാളുടെ അനിയനാണ്
ഇപ്പോൾ ഹൂതി സംഘടന നിയന്ത്രിക്കുന്നത്. ഈ വ്യക്തി, അതായത് ഈ ഹൂതികളുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന വ്യക്തി, ഈ പറയുന്നത് പോലെ ഈ 2014-15 കാലഘട്ടത്തിൽ ഈ സൗദി ഇൻവേഷൻ ഉണ്ടായപ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഈ വ്യക്തി യമനിലെ ഈ അബ്ദുള്ള സാലെ ഒരു ഏകാധിപതിയെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. മിലിറ്ററിയുടെ മേലെ അദ്ദേഹത്തിന് നല്ലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൗദി കോയിലേഷൻ ഇവർക്കെതിരെ തിരിഞ്ഞപ്പോൾ അതിന്റെ രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് അബ്ദുള്ള സാലെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ എത്തി. വർഷങ്ങളായിട്ട് ശത്രുതയിലായിരുന്നവർ ഒരു പ്രശ്നം വന്നപ്പോൾ കോമൺ കോസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഹൂതികളെ ഹെൽപ്പ് ചെയ്യാനെത്തി. ഇവരുടെ ഈ അബ്ദുള്ള സാലയുടെ നിയന്ത്രണത്തിലുള്ള മിലിറ്ററി ഹൂതിയുടെ നിയന്ത്രണത്തിലായി. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. ഈ IS-നേക്കാളും ഈ അൽഖ്വയ്ദനേക്കാളും ഒരു മിലിറ്ററി സെറ്റപ്പ്, അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ ഒരു മിലിറ്ററി സെറ്റപ്പിലേക്ക് തന്നെയാണ്, മിലിറ്ററി സെറ്റപ്പ് ഉള്ള ഒരു ഭീകര സംഘടന തന്നെയാണ് ഈ ഹൂതികൾ എന്ന് പറയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ യമന്റെ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുള്ള സാലെ ആളുമായിട്ട് ഇവര് ഈ ഹൂതികൾ ഒരു സഖ്യം ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ സഖ്യത്തിലിരിക്കെ തന്നെ ഈ പ്രസിഡന്റ് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ചെയ്തു, അല്ലെങ്കിൽ സൗദി അറേബ്യയായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കാൻ പോയി എന്ന പേരില് ഇവര് തമ്മിൽ സഖ്യത്തിൽ ഇരിക്കുമ്പോ തന്നെ ഈ പ്രസിഡന്റിനെ കൊല്ലുന്നത് ഈ ഹൂതികളാണ്. എന്നുവെച്ചാൽ തങ്ങളുടെ ഒരു അജണ്ട നടപ്പാക്കാൻ തങ്ങളുടെ സഖ്യ കക്ഷികളെ പോലും ഇല്ലാതാക്കുന്ന ഒരു അജണ്ട അവർക്കുള്ളത്. ലാസ്റ്റ് ഒരു പോയിന്റ്, ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, അൽഖ്വയ്ദയുടെ കാര്യത്തിലായിക്കോട്ടെ, ഹമാസിന്റെ ഒക്കെ കാര്യത്തിലായിക്കോട്ടെ, അവർ കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ ആ പ്രദേശത്തെ റിലീജിയസ് മൈനോറിറ്റീസ്, പ്രത്യേകിച്ച് ക്രൈസ്തവര്, ഈ യഹൂദര്, മറ്റ് റിലീജിയസ് മൈനോറിറ്റീസ്, ഇപ്പം ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കാര്യം വരുമ്പോൾ യസീദികളൊക്കെ പോലുള്ളവർ, അവർ നേരിടുന്ന ക്രൂരതകൾ, പീഡനങ്ങൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത പീഡനങ്ങളാണ്. ഇപ്പൊ ഈ ഹൂതികളെ സംബന്ധിച്ച് UN-ന്റെ ഒക്കെ പല പഠന റിപ്പോർട്ടുകളും പറയുന്നത്, അതായത് 7 വയസ്സുള്ള കുട്ടികളെ പോലും ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ സൈന്യത്തിലേക്ക്. ടീനേജേഴ്സ്, അവരുടെ പല വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. ചെറു കുട്ടികളാണ്, ചെറു പ്രായത്തിൽ തന്നെ ഒരു ഐഡിയോളജിക്കൽ ഇഞ്ചക്ഷൻ ഇവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നു. മാത്രമല്ല, ഈ സ്ത്രീകളോട് ഇവർ കാണിക്കുന്ന ക്രൂരതകൾ, അല്ലെ സ്ത്രീകളെ ഇവർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള ക്രൂരതകളാണ്. അതായത് ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, ഒരു സ്ത്രീ, അതായത് ഒരു സ്ത്രീ തടവുകാരി അവരുടെ ജയിലിലേക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീയെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് റേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹൂതി ഭീകരർ റേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, ഈ തടവിൽ കഴിയുന്ന സ്ത്രീകളെ ഇവർ ട്രെയിൻ ചെയ്യിപ്പിക്കും, നിർബന്ധപൂർവ്വം ട്രെയിൻ ചെയ്യിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഈ തങ്ങളുടെ ശത്രുക്കളുടെ രഹസ്യങ്ങൾ ചോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ വേശ്യാവൃത്തിക്ക് അയക്കുന്ന സ്ഥിതിവിശേഷം. മാത്രമല്ല, ഈ മൈനേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികളെയും മുതിർന്ന തടവുകാരെയൊക്കെ ഒരേ സെല്ലിലാണ് ഇവർ പാർപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ മൈനേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികൾ അവരുടെ ഭാഗത്തു നിന്നും ഭീകരരുടെ ഭാഗത്തു നിന്ന് റേപ്പ് ചെയ്യപ്പെടുന്ന പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയരാകുന്ന സ്ഥിതിവിശേഷം. മാത്രമല്ല, ഇവരുടെ ഒരു അധികാര കേന്ദ്രങ്ങളിലൊക്കെ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അവരുടെ ഒരു മെഡിക്കൽ എമർജൻസിയുടെ ആവശ്യത്തിന് പോലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒരു ആൺതുണ കൂടെ ഇല്ലാതെ. അത്തരത്തിലുള്ള വലിയ ക്രൂരതകളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. മാത്രമല്ല, അവിടുത്തെ യമൻ എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായ വളരെ പൗരാണികമായിട്ടുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന, എനിക്ക് തോന്നുന്നു ഒട്ടും തന്നെ ഇല്ലാന്ന്, അവിടെ ഒരു വംശനാശം തന്നെ യമനിലെ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് സംഭവിച്ചിട്ടുണ്ട്. ക്രൈസ്തവരും അതുപോലത്തെ ഒരു പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. അവിടുത്തെ ഒരു ബഹായ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്, അവരും വളരെയധികം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ സമാനതകളില്ലാത്ത ഒരു ക്രൂരതകൾ നടത്തുന്ന എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ മനുഷ്യ പിശാചുക്കൾ തന്നെയാണ് ഹൂതി ഭീകരർ. അവരൊരിക്കലും ഹൂതി വിമതർ എന്നല്ല വിശേഷിപ്പിക്കേണ്ടത്, ഹൂതി ഭീകരർ തന്നെയാണ്. ഹമാസിനെ പോലെ, ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെ ഒക്കെ, അൽഖ്വയ്ദനെ പോലെ ഒക്കെ ഒരു ഇസ്ലാമിക ഭീകര സംഘടന തന്നെയാണ് ഈ പറയുന്ന ഹൂതി ഭീകരർ. ഈ ഒരു പ്രോഗ്രാമിൽ, ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തു ഒരു ഭീകര സംഘടന എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഇല്ലാതാക്കുന്നത്, ആ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത്, ആ രാജ്യത്തിന്റെ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ പല ഭീകര സംഘടനകളുടെയും ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു ഭീകര സ്വഭാവത്തോടെ ആയിരിക്കില്ല. പലപ്പോഴും ഒരു റിവൈവൽ സ്വഭാവത്തോടെ അല്ലെങ്കിൽ ഒരു റിലീജിയസ് സ്വഭാവത്തോടെ ആരംഭിക്കുന്നു, അതിനൊരു പൊളിറ്റിക്കൽ നേച്ചർ കൈവരുന്നു, പിന്നീട് അതൊരു മിലിറ്ററി നേച്ചറിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക് പരിണാമം സംഭവിക്കുന്നു. സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഹൂതി ഭീകരരുടെ കാര്യത്തിലും നാം കണ്ടത്. ഈ ഹൂതി ഭീകരർ ഉയർത്തുന്ന വെല്ലുവിളി മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. റോബിൻ സൂചിപ്പിച്ചതുപോലെ, പ്രത്യേകിച്ച് റെഡ് സീ, ചെങ്കടലിലൂടെ, സൂയിസ് കനാലിലൂടെ വരുന്ന ലോകത്തിന്റെ ചരക്ക് നീക്കത്തിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് അല്ലെങ്കിൽ ഒരു റോള് ഈ പറയുന്ന
ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ നോർത്ത് വെസ്റ്റേൺ ആ ഒരു തീരപ്രദേശം വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ ഉയർത്തുന്ന ഭീഷണി വളരെ അതീവ ഗൗരവത്തോടെ ലോകം കാണേണ്ടിയിരിക്കുന്നു, ജാഗ്രതയോടെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. അത് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല, ലോക രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ്. മറ്റൊരു പ്രധാന കാര്യത്തിൽ കൂടി ലോകരാജ്യങ്ങൾ ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു. ഹൂതി ഭീകര സംഘടന, അവരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെ ഒരു ഭീകര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു ഭീകര സംഘടന മാത്രമല്ല, ഒരു ക്വാസി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സെമി സ്റ്റേറ്റിന്റെ സ്വഭാവമുള്ള ഒരു രാജ്യത്തിന്റെ ഒരു മിലിറ്ററി സംവിധാനങ്ങളുടെ ഒരു പിൻബലത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇസ്രായേലിന് നേരെ അവർ നടത്തുന്ന ബലസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ, ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങൾ, UAV ആക്രമണങ്ങൾ, അതിലൂടെയൊക്കെ തെളിയുന്നത് ഇവരുടെ ഒരു ആയുധ ശേഷി എത്രത്തോളം ഉണ്ട് എന്നതാണ്. ഒപ്പം തന്നെ ഇറാൻ ഇവർക്ക് നൽകുന്ന പിന്തുണ കൂടി വളരെയധികം ഗൗരവത്തോടെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. പല സംഘടനകളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറാൻ നടത്തുന്ന ഈ പ്രോക്സി വാർ, അത് വളരെ ഗൗരവം തന്നെയാണ്. ലോകത്തെ അശാന്തിയിലേക്കും അസമാധാനത്തിലേക്കുമാണ് ഇറാന്റെ ഈ ഒരു കളി നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലെ ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഹൂതി ഭീകരർ ഉയർത്തുന്ന ഈ ഒരു ഭീഷണി അത് ഇസ്രായേലിന് നേരെ മാത്രമല്ല, അത് ലോക രാജ്യങ്ങൾക്ക് നേരെ കൂടിയാണ് അവർ ഈ ഭീഷണി ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ആക്രമിക്കുന്ന ഹൂതി ഭീകരർക്കെതിരെ ലോക രാജ്യങ്ങൾ ഒന്നിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ഭീകര സംഘടനയെ ഒന്നടങ്കം ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കാൻ എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.